ട്രെയിനിൽ അതിക്രമം നേരിട്ട ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. അപകടത്തിൽ തലയ്ക്കും നട്ടെല്ലിനുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. നിലവിൽ ശസ്ത്രക്രിയ നടത്താനുള്ള ആരോഗ്യസ്ഥിതിയിലല്ല ശ്രീകുട്ടി ഉള്ളത് എന്ന് ഡോക്ടർമാർ അറിയിച്ചു. സാധ്യമായ എല്ലാ ചികിത്സയും നൽകുന്നുണ്ട് എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പ്രതികരിച്ചത്. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഈ ആരോഗ്യസ്ഥിതി ഇങ്ങനെ തന്നെ തുടരുന്നതിൽ എന്ത് തുടർ നടപടികളാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക? എന്ത് ചികിത്സകളാണ് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്? മോദി ആദ്യഘട്ടം മുതൽ ശസ്ത്രക്രിയയുടെ സാധ്യതയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഏറ്റവും പ്രധാനമായി ഈ ആന്തരിക രക്തസ്രാവം അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ശസ്ത്രക്രിയ വൈകുന്നത്. അത് വീട്ടുകാരെ ബോധിപ്പിച്ചിട്ടുമുണ്ട്. കാരണം ബന്ധുക്കൾ ഒരു ഘട്ടത്തിൽ ഈ നൽകുന്ന ചികിത്സ അപര്യാപ്തമാണ് എന്നുള്ള തരത്തിൽ പരാതി നൽകിയിരുന്നു. ഏറ്റവും പ്രധാനമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സാധ്യമായ എല്ലാ ചികിത്സയും ശ്രീകുട്ടിക്ക് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആരോഗ്യനില അങ്ങനെ മാറ്റമില്ലാതെ തുടരുകയാണ്. അപകടനില തരണം ചെയ്തിട്ടില്ല. വെന്റിലേറ്ററുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ചികിത്സ പുരോഗമിക്കുന്നത്. തലയ്ക്കും നട്ടലിനുമാണ് ഈ വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിലും അപകടനില തരണം ചെയ്തതായി പറയാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ ചികിത്സ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ എന്തായാലും സർജിക്കൽ ഐസിയുലാണുള്ളത്. എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കാനാകുമെന്ന വിശ്വാസമാണുള്ളത്. പക്ഷേ അത്തരത്തിലുള്ള ആരോഗ്യസ്ഥിതിയിലേക്ക് ശ്രീകുട്ടി എത്തിയിട്ടില്ലെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ഒപ്പം ഇന്നലെയാണ് ഈ CCTV ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയത്. അത്തരത്തിൽ ഈ അതിക്രമത്തിൽ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ഒരു ഏകപക്ഷീയമായ അതിക്രമം തന്നെയാണ് പോലീസും വിലയിരുത്തുന്നത്. റിമാൻഡ് റിപ്പോർട്ടിലും അങ്ങനെ തന്നെയാണുള്ളത്. അതായത് പുകവലിക്കുന്നു, അത് ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായി ആ പ്രകോപനത്തിൽ ചവിട്ടിയിടുന്നു എന്ന് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യൽ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തതയുണ്ടാകും. ഒപ്പം ചികിത്സയുമായി ബന്ധപ്പെട്ട് കുടുംബം പരാതി ഉന്നയിച്ചെങ്കിലും ഇപ്പോൾ എന്തായാലും അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.